Hello friends, welcome back to my channel SSC Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഈദ് സ്പെഷ്യലായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന അറബിക് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അറബിക് ചിക്കൻ മക്ലൂബ അപ്പ് ആൻഡ് ഡൗൺ റെസിപ്പിയാണ് കേട്ടോ ഇത്. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ, നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 2 പച്ചമുളക്, പിന്നെ 1 ഗാർലിക് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ 2 വലിയ മുളക് വേണം, 1 ക്യാരറ്റ്, 1 ബ്രിഞ്ചാൽ, മറ്റേ വഴുതനങ്ങ, പിന്നെ 2 ഡ്രൈ ലെമൺ, 1 ടൊമാറ്റോ, 2 ഓനിയൻ, അത്രയാണ് ആവശ്യമുള്ളത്. ആദ്യം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു ബിരിയാണി ചെമ്പോ എന്ത് വേണമെങ്കിലും നമ്മൾക്ക് വെക്കാം. ഇത് രണ്ടും ചോറായാലും ഈ ചിക്കൻ ആയാലും വേവിച്ചെടുക്കുന്നത് ഒരു പാനിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അതിന് പാകത്തിനുള്ള പാൻ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒലിവ് ഓയിൽ ചേർത്ത് എടുത്തിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അറബിക് ഡിഷിൽ അറബിക്കിന് കൂടുതലായിട്ടും ഒലിവ് ഓയിലല്ലേ യൂസ് ചെയ്യുക. അത് കാരണം ഞാൻ ഒലിവ് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തെടുക്കുന്നുള്ളത്. 2 ടേബിൾ സ്പൂൺ 2 or 3 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ ഒഴിച്ചെടുക്കാം. അതിലേക്ക് 1 സവാളയാണ് കേട്ടോ ഞാനിത് ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുള്ളത്. അത് അതിലേക്ക് ഇട്ടെടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം. നല്ലോണം മൂത്ത് വരേണ്ടൊന്നും ആവശ്യമില്ല. അതിലേക്ക് നമ്മളുടെ വോൾ സ്പൈസസ് ആയ ഏലക്കയും ഗ്രാമ്പും പട്ടയാണ് ഞാൻ ചേർത്തെടുത്തിട്ടുള്ളത്. ഇത് ഗാർലിക്ക് ചില്ലിയും ജസ്റ്റ് ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ 2 ചില്ലി മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഗ്രീൻ ചില്ലി, പച്ചമുളകും വെളുത്തുള്ളിയും മാത്രമാണ് അത് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇത് മൊത്തത്തിലായിട്ട് ഒന്ന് നമ്മൾക്ക് വഴറ്റിയെടുക്കണം. ഒന്ന് വഴണ്ടു വന്നാൽ മതി, അതിൻ്റെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് നമ്മളുടെ ടൊമാറ്റോ പേസ്റ്റിൽ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് 1 ടീസ്പൂൺ ഫുള്ളായിട്ട് ക്യുമിൻ പൗഡറിൽ നല്ല ജീരകത്തിൻ്റെ പൊടി, ചെറിയ ജീരകത്തിൻ്റെ അതാണ് വറുത്ത് പൊടിച്ച 1 ടീസ്പൂണ് ജീരകത്തിൻ്റെ പൊടിയാണ് ഇത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് കബ്സ മസാല, അറബിക് സ്പൈസസ് ഏത് മസാലയാണെങ്കിലും കുഴപ്പമില്ല. അത് 1 ടീസ്പൂൺ ഫുള്ളായിട്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഈ ടൊമാറ്റോ പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് പപ്രിക്ക പൗഡറില്ലേ അതാണ് 1 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും ഒരു കളറിന് വേണ്ടിയിട്ടാണ്, അത്ര സ്പൈസ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഇതിലേക്ക് എരിവിനായിട്ടൊന്നുമല്ല ചേർത്ത് കൊടുക്കുന്നുള്ളത്, പക്ഷേ അത് കാണുമ്പോൾ ഒരു പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു നല്ല കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുള്ളത്. ഇത് അവോയ്ഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഒരു ഫുള്ളായിട്ടുള്ള ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഈ മസാലയിലേക്ക്. അതിനുശേഷം അതിനൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ചിക്കൻ സ്റ്റോക്ക് ഇല്ലേ, ചിക്കൻ ക്യൂബ്, മാഗിയുടെ ചിക്കൻ ക്യൂബാണ് ഞാനിത് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളത്. 2 ഡ്രൈ ലെമൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് ഇതിൽ കിടന്ന് ഒരു 2-3 മിനിറ്റ് ഇതിൽ കിടന്ന് അതിൻ്റെ ചിക്കൻ്റെ ഒരു കളറൊക്കെ മാറൂലേ, ഒരു വൈറ്റ് കളറൊക്കെ ആയിട്ട് കിട്ടൂലേ, അതുവരെ ഒന്ന് ഇവിടെ കിടക്കണം. അത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത മസാലക്കൂട്ടൊക്കെ ആ ചിക്കനിൽ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ നമ്മൾ അരി എത്രയാണോ എടുക്കുന്നുള്ളത് അതിൻ്റെ ഡബിളാണ് ഞാൻ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് ഈ ചിക്കനെ ഹാഫ് ബോയിൽ ചെയ്തെടുക്കാം. പകുതി വേവിച്ചാൽ മതി. ബാക്കി നമ്മളൊന്ന് ജസ്റ്റായിട്ട് നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്, ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതിങ്ങനെ പകുതി വേവാക്കി എടുക്കുന്നുള്ളത്.
ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് മതിയൊന്ന് നോക്കിയിട്ട് ഒന്നും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ചിക്കനിലേക്ക് വേറെ ഉപ്പൊന്നും പിന്നീട് ചേർത്ത് കൊടുക്കാത്തത് കൊണ്ടും പിന്നെ ചോറിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി വേണ്ടതുള്ളത് കൊണ്ടുമാണ് ഇതിലേക്ക് വീണ്ടും ഉപ്പ് പാകത്തിനായിട്ട് നോക്കിയിട്ട് ചേർത്തെടുക്കേണ്ടതുള്ളത്. അത് വേവുന്ന സമയത്തിൽ നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമുണ്ട്. അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്രില്ലഡ് പാനാണ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒലീവ് ഓയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഇതും ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഒലീവ് ഓയിൽ നമ്മൾ എന്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ ശരീരത്തിലേക്ക് അത് പോകുന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. നമ്മളുടെ ബോഡിക്ക് അത് ഹെൽത്തിന് നല്ലതാണ്. അത് കാരണമാണ് ഒലീവ് ഓയിലിൽ തന്നെ ഞാൻ മൊത്തത്തിലായിട്ട് ഈ ഡിഷ് തയ്യാറാക്കി എടുക്കുന്നുള്ളത്. ഇത് വെജിറ്റബിളൊക്കെ ഒന്നും ചേർക്കാതെ മാരിനേറ്റ് ഒന്നും ചെയ്യാതെ ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ മുറിച്ച് വെച്ചതുപോലെ കട്ട് ചെയ്ത് വെച്ചതുപോലെ അതുപോലെ തന്നെ ഞാൻ പാനിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഇത് ബസ്മതി അരിയാണ്. അത് ഒരു 20 മിനിറ്റ് വെള്ളത്തിലേക്ക് കുതിർത്തി വെക്കണം ആദ്യം തന്നെ. ഇത് നമ്മളുടെ ചിക്കന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ കബ്സ മസാലയും ക്യുമിൻ പൗഡറിലെ ജീരകപ്പൊടി അതും കൂടി ചേർത്തിട്ട് പപ്രിക്ക പൗഡറും കൂടി ചേർത്തിട്ടാണ് അവിടെ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുള്ളത്. ഇതാ നമ്മളുടെ ചിക്കൻ ഇവിടെ പാകത്തിനായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 1/4 വേവ് വരെ വെന്ത് കിട്ടിയാൽ മതി. ബാക്കിയൊന്നും നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ബാക്കിയൊക്കെ ഇതായിക്കോളും. നല്ലോണം വെന്തിട്ടാണ് ഇതിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോവും. അതിന് വേണ്ടിയിട്ടാണ് ഒരു 1/4 വേവ് വരെ ഇത് വേവിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ ഈ സെയിം വെള്ളത്തിലാണ് നമ്മൾ ഇതിൻ്റെ ചോറും തയ്യാറാക്കി എടുക്കുന്നുള്ളത്. ഇതൊന്ന് ജസ്റ്റ് മാരിനേറ്റ് ചെയ്യാണ് കേട്ടോ. കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നുള്ളത്. ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തന്നെ ചോറിലേക്ക് ഇട്ടിട്ട് നമ്മൾക്ക് കഴിക്കാവുന്നതാണ്. ഇത് നമ്മളുടെ ഒരു സൈഡ് മറിഞ്ഞ് കിട്ടിയിട്ട് ഞാൻ അടുത്ത സൈഡും തിരിച്ചിട്ട് കൊടുത്ത് അതും കൂടി വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനെ നമ്മൾക്ക് ഈ പാനിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഓയിൽ നല്ലോണം കുടിക്കുന്നുണ്ട് നമ്മളുടെ ഈ വെജിറ്റബിൾസൊക്കെ. അത് കാരണമാണ് ഞാൻ ഒലിവ് ഓയിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒലിവ് ഓയിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മളുടെ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടും ഇതിങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ബ്രിഞ്ചാലും കൂടിയാണ് കേട്ടോ അവിടെ വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മളുടെ ഈ ചിക്കൻ സോക്ക് ചെയ്ത ഈ വെള്ളം ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരി അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ബസ്മതി റൈസ്, അത് ഇട്ട് കൊടുത്ത് അതിലേക്ക് വലിയ 2 പച്ചമുളകളാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അവിടെ അടിച്ചു വെക്കുന്ന ടൈമിൽ നമ്മളുടെ ഈ വെജിറ്റബിൾസ് ഓരോന്നായിട്ടും ഫ്രൈ ചെയ്തെടുക്കാനുള്ളതല്ലേ, അത് ഞാനിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ബ്രിഞ്ചാൽ അത്രയ്ക്കും നീളത്തിലായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം തന്നെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ മേലെ അതുപോലെ അങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഡിഫറെൻറ്റ് പ്ലേറ്റിങ് പ്രസൻറ്റേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ബ്രിഞ്ചാലിനെ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ. എന്നിട്ട് സെയിം ഓയിൽ, ബാക്കിയുള്ള ഓയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഈ ചിക്കനും ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത്. അതിൻ്റെ അടിയിലുള്ള മസാലയൊക്കെ അതുപോലെ തന്നെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഞാൻ മാരിനേറ്റ് ചെയ്തതിൻ്റെ ബാക്കിയുള്ളത് നമ്മളുടെ ചോറ് അവിടെ 1/4 വേവ് മാത്രമേ പാടുള്ളൂ. അതിന് ബാക്കിയുള്ളത് നമ്മൾ ഇതിനെ ഒരു 5 മിനിറ്റ് നേരം 5-10 മിനിറ്റ് നമ്മൾക്ക് ഇതിനെ ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതിന് വേണ്ടി മാറ്റി വെക്കണം. നമ്മൾ അതിലേക്ക് ഞാൻ ആദ്യം ബ്രിഞ്ചാലാണ് കേട്ടോ സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുള്ളത്. അത് ഇങ്ങനെ വെച്ചെടുത്താലേ നമുക്ക് അത് ലെയറായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്രസൻറ്റേഷന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നുള്ളത്. നിങ്ങൾ അല്ലാതെ തന്നെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ പൊട്ടാറ്റോ കട്ട് ചെയ്ത പോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ചെടുത്താൽ മതി. ഈ ലെയറൊക്കെ ആക്കിയിട്ട് എല്ലാ വെജിറ്റബിൾസും ഓരോന്നായിട്ട് ഞാനിവിടെ മാറ്റി വെച്ചതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് കേട്ടോ, പക്ക ഇതുപോലെ തന്നെയാണ് ഞാൻ അവിടെ
പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നുള്ളതാണ്. ഇത് 3/4 വേവ് ആയിട്ടുണ്ട്. ബാക്കി 1/4 വേവ് ഇതിൻ്റെ ബാക്കിയുള്ള ചോറൊക്കെ അതിൻ്റെ ദമ്മിൽ തന്നെ കിടന്നിട്ട് അത് വെന്തോളും. അതിനെ ഞാൻ ഒന്ന് ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് ഈ ചോറ് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചിക്കൻ ഞാൻ നടുവിലായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മേലേക്കും കൂടി ചോറ് ഒന്നും കൂടി ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. ബാക്കിയുള്ള ചിക്കനൊക്കെ ഞാൻ അതിലേക്ക് തന്നെ വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ നമ്മളുടെ ബിരിയാണിക്ക് ദം ചെയ്യാൻ വെക്കുന്നില്ലേ, അതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു 10 മിനിറ്റ് നേരം. 10 മിനിറ്റിന് ശേഷമാണ് ഞാനിത് അപ്പ് ആൻഡ് ഡൗൺ അല്ലേ നമ്മളുടെ ചിക്കൻ മക്ലൂബ, ആ അറബിക് ചിക്കൻ മക്ലൂബ അപ്പ് ആൻഡ് ഡൗൺ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ മേലേക്ക് ഒന്ന് തട്ടിക്കൊടുത്തു. അതിങ്ങനെ ഇളകി പോരാൻ വേണ്ടിയിട്ടാണ് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ബട്ടർ പേപ്പർ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതെൻ്റെ ഒരു ടിപ്പാണ്. ഇതിലേക്ക് ഇതിലേക്ക് പിടിച്ച് തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബട്ടർ പേപ്പർ കൂടി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും ഇതുപോലെ ചെയ്യുക. ഇതുവരെ ആരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അത്രയ്ക്കും വെറൈറ്റി ടേസ്റ്റാണ്. ഇതിന് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. ഈ വെജിറ്റബിൾസൊക്കെ കൂടിയുണ്ടെങ്കിൽ മാത്രം മതി ഈ ചോറ് കഴിക്കാൻ. അത്രയ്ക്കും ടേസ്റ്റാണ് ഇതിന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാൻ മറക്കല്ലേ. എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.